യുദ്ധത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ ഇപ്പോഴും ടിറിയൻ ലാനിസ്റ്ററുടെ ബോധമനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് വാട്ടറിലെ ആ പച്ചത്തീയും നിലവിളികളും അവന്റെ ഉറക്കത്തെ വേട്ടയാടി. കടുത്ത വേദനയോടെ ടിറിയൻ മെല്ലെ കണ്ണുകൾ തുറന്നു. കാഴ്ച മങ്ങിക്കാണുന്നു. മുഖമാകെ വരിഞ്ഞുകെട്ടിയിരിക്കുകയാണ്. നെഞ്ചിൽ വലിയൊരു ഭാരം പോലെ തോന്നി. മങ്ങിയ വെളിച്ചത്തിൽ വെറുക്കപ്പെട്ട ഗ്രാൻഡ് മെയ്സ്റ്റർ പൈസലിന്റെ മുഖം തെളിഞ്ഞുവന്നു. താൻ എവിടെയാണെന്നോ യുദ്ധം ജയിച്ചോ തോറ്റോ എന്നോ അറിയാത്ത ഒരവസ്ഥ. പോഡ്! വരണ്ട തൊണ്ടയോടെ ടിറിയൻ മെല്ലെ വിളിച്ചു. ശബ്ദം കേട്ടതും വിശ്വസ്തനായ പോഡ്രിക് പെയിൻ മുറിയിലേക്ക് ഓടിയെത്തി. അവന്റെ മുഖത്ത് ആശ്വാസം നിഴലിച്ചിരുന്നു. ബ്രോണിനെയോ വാരിസിനെയോ കണ്ടെത്തൂ. ഞാനിവിടെ മെയ്സ്റ്റർ പൈസലിന്റെ കൂടെയുണ്ടെന്ന് പറയൂ എന്ന് ടിറിയൻ പറഞ്ഞു. ശരി മൈ ലോർഡ് എന്നു പറഞ്ഞ് പോഡ്രിക് അനുസരണയോടെ നിന്നു. ടിറിയന്റെ നിസ്സഹായാവസ്ഥ കണ്ട് ആസ്വദിക്കുന്നതുപോലെ പൈസൽ ഒരു കപടവിനയത്തോടെ ചോദിച്ചു, വേദന മാറാൻ എന്തെങ്കിലും വേണോ? എന്താണ് സംഭവിച്ചത് എന്ന് ടിറിയൻ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു. പൈസൽ പുച്ഛത്തോടെ മറുപടി നൽകി. കൊലപാതകിയും ചതിയനുമായ സ്റ്റാനിസ് ബരാത്തിയോൺ നിങ്ങളുടെ പിതാവിന്റെ കൈകളാൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പൈസൽ പറഞ്ഞു. സ്വന്തം ബുദ്ധികൊണ്ട് നഗരം രക്ഷിച്ച ടിറിയനെ തഴഞ്ഞ് അവസാനം വന്ന് യുദ്ധം ജയിച്ച ടൈവിൻ ലാനിസ്റ്റർക്ക് ക്രെഡിറ്റ് നൽകുന്നതിലെ അനീതി ടിറിയന് മനസ്സിലായി. ഞാനെവിടെയാണ് എന്ന് ടിറിയൻ ചോദിച്ചു. ഇത് നിങ്ങളുടെ പുതിയ മുറിയാണ്. അല്പമിടുങ്ങിയതാണ്. എന്നാലും നിങ്ങൾക്ക് വലിയ മുറിയുടെ ആവശ്യമില്ലല്ലോ അല്ലേ? നിങ്ങളിപ്പോൾ ഹാൻഡ് ഓഫ് ദ കിങ് അല്ല എന്ന് പൈസൽ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. ടിറിയന്റെ അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. പോകാൻ തുടങ്ങിയ പൈസൽ എന്തോ ഓർത്തപോലെ തിരിഞ്ഞുനിന്നു. പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ നാണയമെടുത്ത് ടിറിയന്റെ നെഞ്ചിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഇതാ നിങ്ങളുടെ കഷ്ടപ്പാടിന് എന്ന് പൈസൽ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിച്ച ആ വീരനായകന് കിട്ടിയ പ്രതിഫലം ആ ഒരു നാണയമായിരുന്നു. പൈസൽ പുറത്തേക്ക് പോയി. അതേസമയം റെഡ് കീപ്പിലെ സിംഹാസനമുറിയിൽ വലിയൊരു സദസ്സ് കൂടിയിരിക്കുകയാണ്. വിജയം ആഘോഷിക്കാൻ പ്രഭുക്കന്മാരും ലേഡിമാരും തിങ്ങിനിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് വലിയ വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഒരു വെളുത്ത കുതിരപ്പുറത്ത് ടൈവിൻ ലാനിസ്റ്റർ പ്രൗഢിയോടെ കടന്നുവന്നു. ദൈവതുല്യനായ ഒരു രക്ഷകനെപ്പോലെ അയാൾ ജനക്കൂട്ടത്തിനിടയിലൂടെ കുതിരയെ തെളിച്ചു. കുതിര വാതിൽപ്പടിയിൽ കാഷ്ടിച്ചതുപോലും ആരും കാര്യമാക്കിയില്ല. ടൈവിൻ കുതിരപ്പുറത്തിരുന്ന് തന്നെ സിംഹാസനത്തിന് മുന്നിലെത്തി. ജോഫ്രി രാജാവ് പ്രഖ്യാപിച്ചു. 7 കിങ്ഡംസിലെ രാജാവായ ഞാൻ എന്റെ മുത്തച്ഛനായ ടൈവിൻ ലാനിസ്റ്ററിനെ നഗരത്തിന്റെ രക്ഷകനായും ഹാൻഡ് ഓഫ് ദ കിങ്ങായും പ്രഖ്യാപിക്കുന്നു. ഒരു ഭൃത്യൻ ജോഫ്രിയുടെ കൈയിൽ ഹാൻഡിന്റെ ചിഹ്നം കൊടുത്തു. ജോഫ്രി അത് ടൈവിന് നൽകി. ടൈവിൻ തലകുനിച്ചു വണങ്ങി. അയാൾ കുതിരയെ തിരിച്ച് പുറത്തേക്ക് പോയി. യഥാർത്ഥ അധികാരം ആരുടെ കൈയിലാണെന്ന് ആ സഭയിലുള്ള എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് ജോഫ്രി ലിറ്റിൽ ഫിംഗറിനെ വിളിച്ചു. ലാനിസ്റ്റർമാരും ടൈറലുകളും തമ്മിലുള്ള സഖ്യമുണ്ടാക്കിയതിന് ഹാരൻഹാൾ കോട്ടയും അതിന്റെ വരുമാനവും ലിറ്റിൽ ഫിംഗറിന് സമ്മാനമായി നൽകി. ലിറ്റിൽ ഫിംഗർ മുട്ടുകുത്തിനിന്ന് അത് സ്വീകരിച്ചു. എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി അത് ഞാൻ സ്വീകരിക്കുന്നു. ഇനി എനിക്ക് മക്കളെയും കൊച്ചുമക്കളെയും ഉണ്ടാക്കേണ്ടിവരും എന്ന് ലിറ്റിൽ ഫിംഗർ തമാശ രൂപേണ പറഞ്ഞു. സദസ്സ് ചിരിച്ചു. അടുത്തതായി സർ ലൊറാസ് ടൈറലും സഹോദരി മാർജറി ടൈറലും മുന്നോട്ട് വന്നു. യുദ്ധത്തിൽ ലാനിസ്റ്റർമാരെ സഹായിച്ച ടൈറലുകൾക്ക് പ്രതിഫലം ആവശ്യമായിരുന്നു. നിങ്ങളുടെ വീട് ഞങ്ങളെ സഹായിച്ചു. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കൂ, അത് നിങ്ങളുടേതായിരിക്കും എന്ന് ജോഫ്രി ലൊറാസിനോട് പറഞ്ഞു. രാജാവേ, എന്റെ സഹോദരി മാർജറി. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവൾ ഇപ്പോഴും പരിശുദ്ധയാണ്. ഞങ്ങളുടെ ഭവനങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ അങ്ങ് തയ്യാറാകണം. അവളെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് ലൊറാസ് അപേക്ഷിച്ചു. ഇതാണോ ലേഡി മാർജറി ആഗ്രഹിക്കുന്നത് എന്ന് ജോഫ്രി ചോദിച്ചു. മാർജറി മുന്നോട്ടുവന്ന് പറഞ്ഞു. എന്റെ പൂർണ്ണ മനസ്സോടെ ഞാൻ ആഗ്രഹിക്കുന്നു. അകലെയാണെങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിച്ചിരുന്നു. അങ്ങയുടെ ധീരകഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. ജോഫ്രി കപടനാട്യം തുടർന്നു. നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കുന്നത് എനിക്ക് അഭിമാനമാണ്. പക്ഷേ ഞാൻ മറ്റൊരുവൾക്ക് വാക്കുകൊടുത്തുപോയി. രാജാവ് വാക്കുപാലിക്കണം എന്ന് ജോഫ്രി പറഞ്ഞു. സാൻസയുമായുള്ള വിവാഹനിശ്ചയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഇത് കേട്ട് സേർസി ഇടപെട്ടു. യുവർ ഗ്രേസ്, രാജ്യദ്രോഹത്തിന് തലയെറുക്കപ്പെട്ട ഒരാളുടെ മകളെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല. അവളുടെ സഹോദരൻ ഇപ്പോഴും നമുക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. സാൻസ സ്റ്റാർക്കിനെ ഒഴിവാക്കാൻ കൗൺസിൽ അങ്ങയോട് അപേക്ഷിക്കുന്നുവെന്ന് സേർസി പറഞ്ഞു. ജനങ്ങൾ ഒരേ ശബ്ദത്തോടെ പറഞ്ഞു, മാർജറി, ഞങ്ങൾക്ക് മാർജറിയെ മതി. മേസ്റ്റർ പൈസൽ ഇടപെട്ടു. ദൈവങ്ങൾ വിവാഹനിശ്ചയത്തെ പവിത്രമായി കാണുന്നു. പക്ഷേ സ്റ്റാർക്കുകൾ അവരുടെ വഞ്ചന കാണിക്കുന്നതിനു മുമ്പാണ് അങ്ങയുടെ പിതാവ് ഈ ഉറപ്പ് നൽകിയത്. ഹൈസെപ്റ്റിനുമായി ഞാൻ സംസാരിച്ചു. അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണം ആ വാക്ക് പാലിക്കാൻ അങ്ങ് ബാധ്യസ്ഥനല്ല. ജോഫ്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഞാൻ സ്വതന്ത്രനാണ്. സർ ലൊറാസ്, നിങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. നീ എന്റെ രാജ്ഞിയാകും. സദസ്സ് കൈയടിച്ചു. സാൻസയുടെ മുഖത്ത് സങ്കടം വിരിഞ്ഞു. പക്ഷേ ഉള്ളിൽ അവൾക്ക് വലിയൊരാശ്വാസമായിരുന്നു. ജോഫ്രിയുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അവൾ നടന്നു നീങ്ങി. ആരും കാണാത്തിടത്തെത്തിയപ്പോൾ അവൾ ചിരിച്ചുപോയി. പക്ഷേ അവളുടെ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല.
ലിറ്റിൽ ഫിംഗർ അവളുടെ പിന്നാലെ കൂടി. എന്റെ അനുശോചനങ്ങൾ എന്ന് അയാൾ പറഞ്ഞു. അവർ പറഞ്ഞത് ശരിയാണ്, ഞാൻ അവന് യോജിച്ചവളല്ല എന്ന് സാൻസ പറഞ്ഞു. അങ്ങനെ പറയരുത്. ജോഫ്രി നിന്നെ വെറുതെ വിടുമെന്ന് കരുതേണ്ട. അവൻ നിന്നെ ഉപദ്രവിക്കുന്നത് തുടരും. ഇപ്പോൾ നീ ഒരു സ്ത്രീയായി അവൻ നിന്നെ മറ്റു പല രീതിയിലും ഉപയോഗിക്കും എന്ന് ലിറ്റിൽ ഫിംഗർ അവളെ ഭയപ്പെടുത്തി. അവൻ എന്നെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കില്ലേ എന്ന് സാൻസ ചോദിച്ചു. ജോഫ്രി തന്റെ കളിപ്പാട്ടങ്ങളെ വെറുതെ കളയുന്നവനല്ല. നിന്നെ വീട്ടിലെത്തിക്കാൻ ഞാൻ സഹായിക്കാം എന്ന് ലിറ്റിൽ ഫിംഗർ വാഗ്ദാനം നൽകി. കിങ്സ് ലാൻഡിംഗ് ആണ് ഇപ്പോൾ എന്റെ വീട് എന്ന് സാൻസ പറഞ്ഞു. ചുറ്റും നോക്കൂ, നമ്മളെല്ലാവരും കള്ളന്മാരാണ്. ഞങ്ങളെല്ലാവരും നിന്നേക്കാൾ മിടുക്കരുമാണ് എന്ന് ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. സാൻസയെ തന്റെ വരുതിയിലാക്കാനുള്ള അയാളുടെ തന്ത്രമായിരുന്നു അത്. അതേസമയം ലിറ്റിൽ ഫിംഗറിന്റെ വേശ്യാലയത്തിൽ റോസ് കണ്ണാടിയിൽ നോക്കി മേക്കപ്പിടുകയാണ്. വാതിലിൽ മുട്ടുകേട്ട് അവൾ തുറന്നു. തലയിൽ തുണിയിട്ട് ഒരാൾ കടന്നുവന്നു. അത് വാരിസായിരുന്നു. ലിറ്റിൽ ഫിംഗറിനു വേണ്ടി ജോലി ചെയ്യുന്നത് നീ പ്രതീക്ഷിച്ചതുപോലെയാണോ എന്നെനിക്കറിയണം എന്ന് വാരിസ് പറഞ്ഞു. റോസ് വാരിസിനെ വശീകരിക്കാൻ ശ്രമിച്ചു. അയാളുടെ കാലുകൾക്കിടയിൽ അവൾ കൈവച്ചു. പക്ഷെ വാരിസിന് ലിംഗമില്ലെന്ന് കണ്ട് അവൾ ഞെട്ടിപ്പോയി. പേടിക്കേണ്ട, അവിടെ അപകടകരമായി ഒന്നുമില്ല എന്ന് വാരിസ് പറഞ്ഞു. എനിക്ക് നിന്നെക്കുറിച്ചറിയാം. രാജാവിന്റെ ക്രൂരതകൾക്ക് വിട്ടുകൊടുക്കുന്ന നിന്റെ ഇപ്പോഴത്തെ മുതലാളിയെപ്പോലെയല്ല ഞാൻ. ലിറ്റിൽ ഫിംഗർ നിന്നെ കാണുമ്പോൾ ലാഭകരമായ ദ്വാരങ്ങളുടെ ഒരു ശേഖരമാണ് കാണുന്നത്. ഞാൻ കാണുന്നത് ഒരു പങ്കാളിയെയാണ് എന്ന് വാരിസ് പറഞ്ഞു. എനിക്ക് അയാളെ പേടിയാണ് എന്ന് റോസ് പറഞ്ഞു. അയാൾ അപകടകാരിയാണ്, പക്ഷേ എല്ലാവർക്കും ദൗർബല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വാരിസ് റോസിനെ തന്റെ ചാരപ്പണിയിലേക്ക് ക്ഷണിച്ചു. ഇതിനിടയിൽ വെസ്റ്ററോസിന്റെ മറ്റൊരു ഭാഗത്ത് ബ്രിയാൻ ഓഫ് ടാർത്ത് ജെയ്മി ലാനിസ്റ്ററുമായി വഞ്ചിയിൽ യാത്ര തുടരുകയാണ്. ജെയ്മി അവളെ നിരന്തരം പരിഹസിച്ചുകൊണ്ടിരുന്നു. നീ കന്യകയാണല്ലേ? കുട്ടിക്കാലത്ത് ആൺകുട്ടികൾ നിന്നെ കളിയാക്കിയിരുന്നോ എന്ന് ജെയ്മി ചോദിച്ചു. ബ്രിയാൻ മിണ്ടാതെ നടന്നു. വഴിയിൽ മരത്തിൽ തൂങ്ങിനിൽക്കുന്ന 3 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അവർ കണ്ടു. ലാനിസ്റ്റർ സൈനികരുമായി കിടക്ക പങ്കിട്ടതിന് സ്റ്റാർക്ക് സൈനികർ കൊന്ന സ്ത്രീകളായിരുന്നു അത്. ഇതാണോ സ്റ്റാർക്കുകളുടെ നീതി എന്ന് ജെയ്മി ചോദിച്ചു. ഞാൻ സ്റ്റാർക്കുകളെ സേവിക്കുന്നില്ല, കാറ്റലിൻ സ്റ്റാർക്കിനെയാണ് സേവിക്കുന്നത് എന്ന് ബ്രിയാൻ പറഞ്ഞു. അവൾ ജെയ്മിയെ മരത്തിൽ കെട്ടിയിട്ട് ആ മൃതദേഹങ്ങളെ സംസ്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് 3 സ്റ്റാർക്ക് സൈനികർ അവിടേക്ക് വന്നത്. ബ്രിയാനെ കണ്ട് അവർ പരിഹസിച്ചു. ജെയ്മിയെ അവർ തിരിച്ചറിഞ്ഞു. ഇവൻ കിങ്സ്ലെയറല്ലേ എന്ന് അവർ ചോദിച്ചു. ബ്രിയാൻ ഒട്ടും സമയം കളയാതെ വാളെടുത്ത് അവരുടെ മേലേക്ക് ചാടി വീണു. നിമിഷനേരം കൊണ്ട് അവൾ ആ 3 പേരെയും കൊന്നു. ജെയ്മി അവളുടെ വാൾപ്പയറ്റ് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. നിന്നെ കിങ്സ് ലാൻഡിംഗിൽ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് ബ്രിയാൻ യാത്ര തുടർന്നു. ഡ്രാഗൺ സ്റ്റോണിൽ യുദ്ധം തോറ്റ സ്റ്റാനിസ് കടുത്ത നിരാശയിലും ദേഷ്യത്തിലുമാണ്. മെലിസാൻഡ്രയുടെ പ്രവചനം തെറ്റിയെന്ന് അവൻ വിശ്വസിച്ചു. നീ എനിക്ക് വിജയം വാഗ്ദാനം ചെയ്തു. എന്റെ സൈന്യം മുഴുവൻ കത്തിച്ചാമ്പലായി. മെലിസാൻഡ്രെ എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ അവൻ മെലിസാൻഡ്രയുടെ കഴുത്ത് ഞെരിച്ചു. എവിടെ നിന്റെ ദൈവം? കാണിച്ചതാ എന്ന് സ്റ്റാനിസ് അലറി. അത് നിനക്കുള്ളിലുണ്ട് എന്ന് മെലിസാൻഡ്രെ പറഞ്ഞു. സ്റ്റാനിസ് പിടിവിട്ടു. നീ ആയിരങ്ങളെ ഒറ്റുകൊടുക്കും. നീ സ്വന്തം കുടുംബത്തെ ചതിക്കും. പക്ഷേ അതെല്ലാം നീ ചെയ്യണം, കാരണം നീയാണ് തീയുടെ പുത്രൻ എന്ന് മെലിസാൻഡ്രെ പറഞ്ഞു. അവൾ അവനെ തീയിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു. തീജ്വാലകൾക്കുള്ളിൽ സ്റ്റാനിസ് എന്തോ കണ്ടു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവന് വീണ്ടും വിശ്വാസം തിരിച്ചുകിട്ടി. വിന്റർഫെല്ലിൽ തിയോൺ ഗ്രേജോയ് ആകെ കുടുങ്ങിയിരിക്കുകയാണ്. പുറത്ത് റാംസി ബോൾട്ടന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കോട്ട വളഞ്ഞിരിക്കുന്നു. ഇടവിട്ട് മുഴങ്ങുന്ന കാഹളം തിയോണിന്റെ സമനില തെറ്റിച്ചു. ആ കൊമ്പൂതുന്നവനെ ഞാൻ കൊല്ലും എന്ന് തിയോൺ അലറി. മേസ്റ്റർ ലൂവിൻ അവനെ ഉപദേശിച്ചു. ഇവിടെ രഹസ്യവഴികളുണ്ട്. നൈറ്റ്സ് വാച്ചിലേക്ക് പോകൂ, അവിടെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന് ലൂവിൻ പറഞ്ഞു. ജോൺ സ്നോ എന്റെ കഴുത്തറക്കും എന്ന് തിയോൺ പറഞ്ഞു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഇനി തിരിച്ചുപോക്കില്ല. പിറ്റേന്ന് രാവിലെ തിയോൺ തന്റെ വിരലിലെണ്ണാവുന്ന സൈനികരെ വിളിച്ചുകൂട്ടി. മരണം മുന്നിൽ കണ്ട് ധീരമായ ഒരു പ്രസംഗം നടത്തി. നമ്മൾ ഇന്ന് മരിക്കും, പക്ഷേ നമ്മുടെ പേര് ചരിത്രത്തിൽ നിലനിൽക്കും. ആ കൊമ്പൂതുന്നവനെ കൊല്ലുന്നവൻ ആരായാലും അവന് സ്വർണ്ണപ്പതക്കം കിട്ടും എന്ന് തിയോൺ പറഞ്ഞു. മരിച്ചവർക്ക് ഒരിക്കലും മരണമില്ല. സൈനികർ ആവേശത്തോടെ ഏറ്റുവിളിച്ചു. പക്ഷേ പെട്ടെന്ന് തിയോണിന്റെ തലയ്ക്കു പിന്നിൽ സ്വന്തം സൈനികൻ തന്നെ അടിച്ചു. തിയോൺ ബോധം കെട്ട് വീണു. തിയോണിനെ പിടിച്ചുകൊടുത്ത് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പദ്ധതി. ഇത് തടയാൻ ശ്രമിച്ച മേസ്റ്റർ ലൂവിനെ അവർ കുന്തം കൊണ്ട് കുത്തിവീഴ്ത്തി. അവർ തിയോണിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അതേസമയം കിങ്സ് ലാൻഡിംഗിലെ ടിറിയന്റെ മുറി. യുദ്ധത്തിൽ മുഖത്ത് വെട്ടേറ്റ ടിറിയൻ കിടക്കയിലിരിക്കുകയാണ്. മുഖം ഇപ്പോഴും ബാൻഡേജ് കൊണ്ട് മൂടിയിരിക്കുന്നു. വാരിസ് അവന്റെ അരികിലുണ്ട്. ഞാൻ എന്തിനു നിങ്ങളെ വിശ്വസിക്കണം? ടിറിയൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ എന്തിനു നുണ പറയണം? വാരിസ് തിരിച്ചു ചോദിച്ചു. എനിക്കും എന്റെ സഹോദരിക്കും ഇടയിൽ പകയുണ്ടാക്കാൻ, ടിറിയൻ പറഞ്ഞു.
മുൻപ് അവിടെ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? സർ മാൻഡൻ മൂർ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളുടെ സഹോദരിയുടെ കൽപ്പന പ്രകാരമാണ്. നിങ്ങളുടെ സ്ക്വയറിന്റെ ധൈര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. വാരിസ് ആ സത്യം വെളിപ്പെടുത്തി. തന്റെ ജീവൻ രക്ഷിച്ചത് ആ പയ്യനാണെന്ന് ടിറിയൻ തിരിച്ചറിഞ്ഞു. പോഡ്, ടിറിയൻ വിളിച്ചു. യെസ് മൈലോഡ്, പോഡ്രിക് വിളി കേട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്റെ ജീവൻ 2 തവണ രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് അധികമാകുമോ? ടിറിയൻ തമാശരൂപേണ ചോദിച്ചു. അല്ല മൈലോഡ്, പോഡ്രിക് വിനയത്തോടെ പറഞ്ഞു. നീ മിടുക്കനാണ്. പോയി ബ്രോണിനെ വിളിക്കൂ. എനിക്ക് വിശ്വസ്തരായ 4 ഗോൾഡ് ക്ലോക്കുകൾ എപ്പോഴും എന്റെ വാതിലിനു പുറത്ത് കാവലുണ്ടാകണമെന്ന് പറയണം, ടിറിയൻ പറഞ്ഞു. പോഡ്രിക് തലയാട്ടി സമ്മതിച്ചു. നിങ്ങളുടെ സുഹൃത്തായ ബ്രോണിനെ സിറ്റി വാച്ചിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ വിവരം ഖേദപൂർവ്വം അറിയിക്കട്ടെ. ഗോൾഡ് ക്ലോക്കുകൾ ഇപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ അച്ഛന്റെയോ സഹോദരിയുടെയോ കൈകളിലാണ്, വാരിസ് പറഞ്ഞു. എങ്കിൽ എന്റെ മലയിലെ ഗോത്രവർഗ്ഗക്കാർ എവിടെ? ടിറിയൻ ചോദിച്ചു. അവർ വീടുകളിലേക്ക് മടങ്ങി. നിങ്ങളുടെ അച്ഛൻ അവർക്ക് നല്ല പ്രതിഫലം നൽകി പറഞ്ഞുവിട്ടു. കുറച്ചുകാലത്തേക്ക് നമ്മൾ തമ്മിൽ കാണാൻ സാധ്യതയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു, വാരിസ് പറഞ്ഞു. താൻ ഒറ്റപ്പെട്ടുവെന്ന് ടിറിയന് മനസ്സിലായി. മുങ്ങിത്താഴുന്ന ഒരാളുടെ കൂടെ നീന്താൻ താൽപ്പര്യമില്ല, അല്ലേ? നമ്മൾ സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ കരുതിയത്, ടിറിയൻ പറഞ്ഞു. നമ്മൾ സുഹൃത്തുക്കൾ തന്നെയാണ്. പോഡ്രിക്, ഒന്ന് മാറി നിൽക്കാമോ? വാരിസ് ചോദിച്ചു. പോഡ്രിക് വാതിൽ തുറന്നു. ഷേ വേഗത്തിൽ അകത്തേക്ക് വന്നു. അവൾ ടിറിയന്റെ അരികിലിരുന്നു. വാരിസ് പോകാൻ എഴുന്നേറ്റു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ നഗരം പരാജയപ്പെടുമായിരുന്നു എന്നറിയാവുന്ന പലരുണ്ട്. രാജാവ് നിങ്ങൾക്ക് ബഹുമതികൾ നൽകില്ലായിരിക്കാം, ചരിത്രം നിങ്ങളെക്കുറിച്ചെഴുതില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ മറക്കില്ല, വാരിസ് ബഹുമാനത്തോടെ പറഞ്ഞു. വാരിസ് തലകുനിച്ചു വണങ്ങി പോഡ്രിക്കിനെയും കൂട്ടി പുറത്തേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ടവനെ, ഷേ വിളിച്ചു. അവൾ ടിറിയന്റെ മുഖത്തെ ബാൻഡേജ് മാറ്റാൻ കൈ നീട്ടി. അവൾ പതുക്കെ ബാൻഡേജുകൾ നീക്കി. ആഴത്തിലുള്ള മുറിവിൽ ഒട്ടിയിരുന്ന തുണി മാറ്റിയപ്പോൾ ടിറിയൻ വേദന കൊണ്ട് ഞരങ്ങി. ഷേ ആ മുറിവിലേക്ക് നോക്കി. മുഖം കുറുകെ പിളർന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ടിറിയൻ ചോദിച്ചു. നിങ്ങളുടെ മുഖം ആകെ വികൃതമായിരിക്കുന്നു, ഷേ സത്യം പറഞ്ഞു. ഞാനൊരു കുള്ളൻ മാത്രമല്ല, ഇപ്പോൾ ഒരു രാക്ഷസൻ കൂടിയായി. നീ എന്നോട് ഇരട്ടിപ്പണം ചോദിക്കണം, ടിറിയൻ സ്വയം പുച്ഛിച്ചു പറഞ്ഞു. ഞാൻ പണത്തിനുവേണ്ടിയാണിവിടെ വന്നതെന്ന് കരുതുന്നുണ്ടോ? ഷേയ്ക്ക് ദേഷ്യം വന്നു. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും തമാശകൾ പറഞ്ഞ് ചിരിക്കാൻ ആളുകൾക്ക് പണം കൊടുക്കുന്നു. ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾ എന്റേതും, ഷേ പറഞ്ഞു. തന്റെ വികൃതമായ മുഖത്തും തന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന തിരിച്ചറിവിൽ ടിറിയൻ പൊട്ടിക്കരഞ്ഞു. ഷേ അവനെ ചേർത്തുപിടിച്ചു. ഡെനേറിസ് ടാർഗേറിയൻ കാർത്തിൽ ഹൗസ് ഓഫ് ദി അൺഡൈയിങ് എന്ന മാന്ത്രിക ഗോപുരത്തിന് മുന്നിലെത്തി. തന്റെ ഡ്രാഗണുകളെ തേടിയാണ് അവൾ വന്നത്. ജോറയെ പുറത്തു നിർത്തി അവൾ തനിയെ അകത്തേക്ക് കയറി. ഉള്ളിൽ മാന്ത്രികമായ കാഴ്ചകളായിരുന്നു. അവൾ നടന്നു നീങ്ങിയപ്പോൾ പെട്ടെന്ന് താൻ കിങ്സ് ലാൻഡിങ്ങിലെ സിംഹാസനമുറിയിലാണെന്ന് അവൾക്ക് തോന്നി. സിംഹാസനമുറിയുടെ മേൽക്കൂര തകർന്നിരുന്നു. മുകളിൽ നിന്ന് മഞ്ഞ് പെയ്യുന്നു. ഇരുമ്പ് സിംഹാസനം മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്നു. അവൾ സിംഹാസനത്തിന് അടുത്തേക്ക് നടന്നു. കൈ നീട്ടി അതിനെ തൊടാൻ ശ്രമിച്ചു. അധികാരത്തിന്റെ തണുപ്പ് അവൾ അറിഞ്ഞു. അപ്പോഴേക്കും ഡ്രാഗണുകളുടെ കരച്ചിൽ കേട്ടു. അവൾ മോഹമുപേക്ഷിച്ച് ആ ശബ്ദത്തിനു പിന്നാലെ പോയി. അവൾ ചെന്നെത്തിയത് വെസ്റ്ററോസിന്റെ വടക്കുള്ള മഞ്ഞുമൂടിയ മതിലിന് അപ്പുറത്താണ്. അവിടെ മഞ്ഞിലൊരു ടെന്റ് കണ്ടു. അതിനുള്ളിൽ മരിച്ചുപോയ ഭർത്താവ് കാൽ ഡ്രോഗോയും അവരുടെ കുഞ്ഞുമിരിക്കുന്നു. ഡെനേറീസിന് വിശ്വസിക്കാനായില്ല. ഇതൊരു സ്വപ്നമാണോ? അവൾ ചോദിച്ചു. ഇതൊരു സ്വപ്നമാണെങ്കിൽ നിന്നെ ഉണർത്താൻ വരുന്നവനെ ഞാൻ കൊല്ലും എന്ന് ഡ്രോഗോ പറഞ്ഞു. അവർ സ്നേഹത്തോടെ സംസാരിച്ചു. അവൾക്ക് അവിടെ തന്നെ നിന്നാൽ മതിയെന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രാഗണുകളുടെ കരച്ചിൽ വീണ്ടും കേട്ടു. അത് വെറുമൊരു മായയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കണ്ണീരോടെ അവൾ ഡ്രോഗോയെ വിട്ട് നടന്നു നീങ്ങി. അവസാനം അവൾ ഒരു മുറിയിലെത്തി. അവിടെ അവളുടെ 3 ഡ്രാഗണുകളെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. പ്യാറ്റ് പ്രീ എന്ന മന്ത്രവാദി അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്വാഗതം ഡെനേറിസ്. നിന്റെ ഡ്രാഗണുകളുടെ കൂടെ ഞങ്ങളുടെ മാന്ത്രിക ശക്തിയും വളരുന്നു. നീ എന്നും ഇവിടെ ഇവരോടൊപ്പമുണ്ടാകും എന്നു പറഞ്ഞ് മന്ത്രവാദി മാന്ത്രിക ചങ്ങലകൾ കൊണ്ട് ഡെനേറിസിനെയും ബന്ധിച്ചു. പാറ്റ് പ്രീ വിജയിച്ചുവെന്ന് കരുതി അഹങ്കരിച്ചു. എന്നാൽ ടാർഗേറിയൻ രക്തത്തിന്റെ ചൂടെന്താണെന്ന് ആ മന്ത്രവാദിക്കറിയില്ലായിരുന്നു. ഡെനേറിസ് തന്റെ മക്കളെ, ആ കുഞ്ഞു ഡ്രാഗണുകളെ നോക്കി. അവരുടെ കണ്ണുകളിൽ കണ്ടത് പേടിയായിരുന്നില്ല, അത് വരാനിരിക്കുന്ന വിപ്ലവത്തിന്റെ കനലുകളായിരുന്നു. അവൾ മന്ത്രവാദിയുടെ മുഖത്തു നോക്കി തികഞ്ഞ ശാന്തതയോടെ, എന്നാൽ അധികാരത്തിന്റെ മുഴക്കത്തോടെ ആ വാക്കുച്ചരിച്ചു. Dracarys. നിമിഷനേരം കൊണ്ട് ആ കുഞ്ഞുവായിൽ നിന്നും നരകത്തീ പുറത്തേക്ക് ചീറ്റി. മന്ത്രവാദിയുടെ മാന്ത്രിക ശക്തികൾക്ക് ഡ്രാഗൺ തീയിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അവൻ വെന്തുരുകി അലറിക്കരഞ്ഞു. ആ തീയുടെ വന്യമായ ചൂടിൽ ഡെനേറിസിനെ ബന്ധിച്ചിരുന്ന മാന്ത്രിക ചങ്ങലകൾ താനേ തകർന്നു വീണു. പുകച്ചുരുളുകൾക്കിടയിലൂടെ തന്റെ മക്കളെയും തോളിലേറ്റി തീയിനെപ്പോലും തോൽപ്പിച്ച ദി അൺബേൺഡ് രാജ്ഞിയായി അവൾ തലയുയർത്തി പുറത്തേക്ക് നടന്നു.
ഇതിനിടയിൽ ആര്യ സ്റ്റാർക്കും കൂട്ടരും ജാക്കൻ ഹഗാറിനെ കണ്ടുമുട്ടി. ജാക്കൻ അത്ഭുതകരമായി കാവൽക്കാരെ കൊന്നിരുന്നു. എന്നെയും ഇത് പഠിപ്പിക്കുമോ എന്ന് ആര്യ ചോദിച്ചു. എങ്കിൽ നീ എന്റെ കൂടെ ബ്രാവോസിലേക്ക് വരണം എന്ന് ജാക്കൻ പറഞ്ഞു. എനിക്ക് വരാൻ പറ്റില്ല, എനിക്കെന്റെ കുടുംബത്തെ കണ്ടെത്തണം എന്ന് ആര്യ സങ്കടത്തോടെ പറഞ്ഞു. ജാക്കൻ അവൾക്ക് ഒരു പ്രത്യേക നാണയം നൽകി. എന്നെങ്കിലും എന്നെ കണ്ടെത്തണമെങ്കിൽ ബ്രാവോസിൽ നിന്നുള്ള ആരുടെയെങ്കിലും കയ്യിൽ ഈ നാണയം കൊടുത്തിട്ട് വലാർ മോർഗുലീസ് എന്ന് പറയുക എന്ന് ജാക്കൻ പറഞ്ഞു. വലാർ മോർഗുലീസ് എന്ന് ആര്യ ആവർത്തിച്ചു. ജാക്കൻ തിരിഞ്ഞു നടന്നു. എന്നാൽ പെട്ടെന്നവൻ നിന്നു. ആര്യയുടെ കൺമുന്നിൽ വെച്ച് യുക്തിക്ക് നിരക്കാത്ത എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയായിരുന്നു. അവൻ മെല്ലെ തിരിഞ്ഞു. ആര്യ നോക്കി നിൽക്കെ ഒരു മുഖംമൂടി മാറ്റുന്ന ലാഘവത്തോടെ അവൻ മറ്റൊരുവനായി മാറി. അവിടെ നിന്നത് പേരില്ലാത്ത, മുഖമില്ലാത്ത, മരണത്തിന്റെ നിഴലായ ആരുമല്ലാത്തവനായിരുന്നു. ബ്രാവോസിലെ നിഗൂഢതകൾ മുഴുവൻ ആ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആര്യ അമ്പരപ്പോടെ, ഭയവും ബഹുമാനവും ഇടകലർന്ന കണ്ണുകളോടെ ആ പുതിയ മനുഷ്യനെ നോക്കി നിന്നു. വിന്റർഫെല്ലിൽ പുകയുന്ന കോട്ടയ്ക്കുള്ളിൽ നിന്ന് ബ്രാനും റിക്കോണും ഓഷയും ഹോഡോറും പുറത്തുവന്നു. അവർ മരിക്കാൻ കിടക്കുന്ന മേസ്റ്റർ ലൂവിനെ കണ്ടെത്തി. നിങ്ങൾ വടക്കോട്ടു പോകണം, ജോൺ സ്നോയുടെ അടുത്തേക്ക് പോകണം എന്ന് ലൂവിൻ അവരോട് പറഞ്ഞു. വേദന കൊണ്ട് പുളയുന്ന ലൂവിനെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഓഷ ദയാവധം ചെയ്തു. വിന്റർഫെൽ കത്തിനശിച്ചെങ്കിലും 2 സ്റ്റാർക്ക് കുട്ടികൾ അവരുടെ ചെന്നായ്ക്കൾക്കൊപ്പം വടക്കോട്ട് യാത്ര തിരിച്ചു. മതിലിനു വടക്ക് ബിയോണ്ട് ദ വോൾ ജോൺ സ്നോയും കോറിൻ ഹാഫ്ഹാൻഡും വൈൽഡിംഗ്സിന്റെ പിടിയിലാണ്. മാൻസ് റൈഡറുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ കോറിൻ ജോണിനെക്കൊണ്ട് തന്നെ കൊല്ലിക്കാൻ തീരുമാനിച്ചു. കോറിൻ ജോണിനെ ചീത്ത വിളിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ജോൺ തിരിച്ചടിച്ചു. അവർ തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു. അവസാനം ജോൺ തന്റെ വാള് കോറിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ഞങ്ങൾ മതിലിലെ കാവൽക്കാരാണ് എന്ന് പറഞ്ഞ് കോറിൻ മരിച്ചു. ഇതുകണ്ട വൈഗ്രിറ്റും മറ്റു വൈൽഡിംഗ്സും ജോണിനെ വിശ്വസിച്ചു. ഹാഫ്ഹാൻഡിനെ കൊന്നവനാണ് ഇവൻ എന്ന് രാജാവിനോട് പറയുക എന്നവർ പറഞ്ഞു. വൈഗ്രിറ്റ് ജോണിനെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് നടന്നു. താഴെ വമ്പൻ വൈൽഡിംഗ് സൈന്യം തമ്പടിച്ചിരിക്കുന്നത് ജോൺ കണ്ടു. കാർത്തിൽ ഡെനേറിസ് തിരികെ കൊട്ടാരത്തിലെത്തി. അവിടെ സാറോസോവാൻ ഡാക്സോസും ഡെനേറിസിന്റെ തോഴിയായ ഡോറിയയും ഒരേ കിടക്കയിൽ കിടക്കുന്നത് അവൾ കണ്ടു. സാറോയുടെ വഞ്ചന അവൾ തിരിച്ചറിഞ്ഞു. അവൾ സാറോയുടെ വലിയ ഖജനാവ് തുറപ്പിച്ചു. അത് ശൂന്യമായിരുന്നു. സമ്പന്നൻ എന്ന് നടിച്ചിരുന്ന സാറോയ്ക്ക് ഒന്നുമില്ലായിരുന്നു. ഡെനേറിസ് സാറോയെയും തന്നെ ചതിച്ച ഡോറിയയെയും ആ ഇരുണ്ട ഖജനാവിനുള്ളിൽ തള്ളിയിട്ടു. അവർ കരഞ്ഞു വിളിച്ചിട്ടും അവൾ കേട്ടില്ല. കനത്ത വാതിൽ കൊട്ടിയടച്ചു. അവരെ എന്നേക്കുമായി ഇരുട്ടിലുപേക്ഷിച്ച് കൊട്ടാരത്തിലുള്ള സ്വർണവും രത്നങ്ങളും കൊള്ളയടിക്കാൻ അവൾ ഉത്തരവിട്ടു. കപ്പൽ വാങ്ങാനുള്ള പണം അവൾക്ക് ലഭിച്ചു. റോബ് സ്റ്റാർക്കിന്റെ ക്യാമ്പിൽ റോബ് തന്റെ അമ്മയായ കാറ്റലിനുമായി തർക്കിച്ചു. വോൾഡർ ഫ്രൈയുടെ മകളെ വിവാഹം കഴിക്കാമെന്ന വാക്ക് ലംഘിച്ച് ടാലിസയെ വിവാഹം കഴിക്കാൻ റോബ് തീരുമാനിച്ചു. കാറ്റലിൻ എതിർത്തെങ്കിലും റോബ് കേട്ടില്ല. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു സെപ്റ്റന്റെ കാർമ്മികത്വത്തിൽ റോബ് സ്റ്റാർക്കും ടാലിസയും രഹസ്യമായി വിവാഹിതരായി. ഇത് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന് ആരും അറിഞ്ഞില്ല. അവസാനമായി മതിലിനു വടക്ക് സാമ്പൽ ടാർലിയും കൂട്ടരും മഞ്ഞുഭൂമിയിൽ ജോലി ചെയ്യുകയാണ്. പെട്ടെന്നൊരു കാഹളം കേട്ടു. ഒരു മുഴക്കം. റേഞ്ചേഴ്സ് തിരിച്ചുവരുന്നു എന്ന് ഗ്രെയിൻ പറഞ്ഞു. രണ്ടാമതും കാഹളം മുഴങ്ങി. 2 മുഴക്കം. അത് വൈൽഡിംഗ്സ് ആണ് എന്ന് സാം ഭയത്തോടെ പറഞ്ഞു. അവർ ആയുധങ്ങളെടുത്തു. പെട്ടെന്ന് 3ാമതും കാഹളം മുഴങ്ങി. ആയിരക്കണക്കിന് വർഷങ്ങളായി കേൾക്കാത്ത ശബ്ദം. അത് വൈറ്റ് വാക്കേഴ്സാണ്. തടിയനായ സാമിന് ഓടാൻ കഴിഞ്ഞില്ല. അവൻ ഒരു വലിയ പാറയുടെ പിന്നിലൊളിച്ചു. മഞ്ഞിലൂടെ എല്ലുറയുന്ന തണുപ്പുമായി അവർ വന്നു. ചീഞ്ഞഴുകിയ കുതിരപ്പുറത്ത് മരവിച്ച നീലക്കണ്ണുകളുമായി ഒരു വൈറ്റ് വാക്കർ. അവന്റെ കയ്യിൽ ഐസുകൊണ്ടുള്ള കുന്തം. സാം ഭയം കൊണ്ട് വിറച്ചുപോയി. അവൻ കരയാൻ തുടങ്ങി. പക്ഷെ വൈറ്റ് വാക്കർ സാമിനെ കൊന്നില്ല. പകരം ഒരു ആക്രോശത്തോടെ അവൻ മുന്നോട്ട് നോക്കി. സാമിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. വൈറ്റ് വാക്കറുടെ പിന്നാലെ ആയിരക്കണക്കിന് മരിച്ചവർ. സോംബികൾ ആയുധങ്ങളുമായി നടന്നു നീങ്ങുന്നു. മരിച്ച മനുഷ്യരും കുതിരകളുമെല്ലാം ആ സൈന്യത്തിലുണ്ട്. വിന്റർ ഈസ് കമ്മിങ് എന്ന സത്യം സാം കൺമുന്നിൽ കണ്ടു. ആ ഭീമാകാരമായ സൈന്യം തെക്കോട്ട് മതിലിന് നേരെ മാർച്ച് ചെയ്തു. ഇതോടെ ഗെയിം ഓഫ് ത്രോൺസ് സീസൺ 2 ഇവിടെ പൂർണ്ണമാകുന്നു. വെസ്റ്ററോസിലെ രാജാക്കന്മാർ ഇരുമ്പു സിംഹാസനത്തിനു വേണ്ടി രക്തം ചിന്തുമ്പോൾ വടക്കുമതിലിനപ്പുറം യഥാർത്ഥ മരണം ഉണർന്നുകഴിഞ്ഞു. ആയിരക്കണക്കിന് മരിച്ചവരുടെ സൈന്യം. വൈറ്റ് വാക്കറുകൾ
അവർ ജീവനുള്ളവയെ തേടി യാത്ര തുടങ്ങിയിരിക്കുന്നു. അതേസമയം കിഴക്ക് തീയുടെയും രക്തത്തിന്റെയും അവകാശിയായി ഡ്രാഗണുകൾ വളരുന്നു. വിന്റർഫെൽ കത്തിയെരിഞ്ഞു. സ്റ്റാർക്ക് മക്കൾ ചിതറിപ്പോയി. എങ്കിലും അവർ തളർന്നില്ല. ഗെയിം ഓഫ് ത്രോൺസ് കൂടുതൽ അപകടകരമായ തലത്തിലേക്ക് മാറുകയാണ്. വലിയ യുദ്ധങ്ങൾ വരാനിരിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.